എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ല അടിപൊളി ബ്യൂട്ടി ടിപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഹെയർ ഡേയുടെ വീഡിയോ ഇട്ടില്ലായിരുന്നു. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് പുറത്തോട്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഹെയർ ഡൈ. അപ്പോൾ അതിനെക്കാട്ടി നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിൽ തേച്ച് പിടിച്ച് പെട്ടെന്ന് വെളുത്ത മുടി എല്ലാം കറക്കുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സംഭവങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരുപാട് പേര് ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു കരിഞ്ജീരകത്തിൻ്റെ ഡൈ ഒക്കെ ഇട്ടപ്പോൾ ഒത്തിരി പേർക്ക് അത് യൂസ്ഫുള്ളായി. എല്ലാവരും മിക്കവരും ഇത് ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു നല്ല റിസൾട്ട് ഉണ്ട്, അപ്പോൾ അത് കഴുകിയിട്ടൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരാൾ നമുക്ക് അയച്ചു തന്ന, അതായത് ഒരു വോയിസ് മെസ്സേജ് നമുക്ക് കേൾക്കാം. ആ ഒരു കരിഞ്ജീരകത്തിൻ്റെ കരിഞ്ജീരകവും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് ഹെയർ ഡേ ഞാൻ തയ്യാറാക്കി കാണിച്ചായിരുന്നു. അപ്പോൾ അത് ഇട്ട് നോക്കിയിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വോയിസ് മെസ്സേജ് എന്താണെന്ന് കേൾക്കാം അല്ലേ? അപ്പോൾ കേട്ട് നോക്കിയാലോ? അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാലോ. കരിഞ്ജീരകവും കടുകും കറിവേപ്പിലയും ഉപയോഗിച്ചുള്ള ഡൈ ഞാൻ ചെയ്തു നോക്കി. നല്ല റിസൾട്ടുണ്ട്. നല്ല മുടിക്ക് നല്ല ബ്ലാക്ക് കിട്ടി. കഴുകിയിട്ടും ഇത് പോയൊന്നുമില്ല. നല്ല ഒരു നാച്ചുറൽ ടിപ്സാണിത്. എല്ലാവർക്കും പരീക്ഷിക്കാം. ഇത് നാച്ചുറലി തേടി പോകുന്നവർക്ക് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോയാണിത്. നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഇതുകൊണ്ട് ഉണ്ടാവില്ല. കാരണം ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുടി നന്നായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്. കഴുകിയിട്ട് ഒന്നും നമ്മുടെ കയ്യിലോ നമ്മുടെ ഷോളിലോ ഒന്നും പറ്റിയിട്ടില്ല. തലമുടിയിൽ നിന്നും നമ്മുടെ കയ്യിലോ ഒന്നും ആവത്തുമില്ല. നല്ലൊരു ഡൈ ആണ്. നല്ലൊരു ഡൈ ആയിട്ട് ഞാനിപ്പോൾ ഇതിനെ കണ്ടത്. കാരണം ഒരുപാട് ഞാൻ ഈ വീഡിയോകളൊക്കെ എടുത്ത് ഞാൻ നോക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു വീഡിയോയാണിത്. നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാവരും പരീക്ഷിച്ചോ. നല്ലൊരു വീഡിയോയാണിത്. എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. കേട്ടല്ലോ. അപ്പോൾ ഓരോരുത്തരും നമുക്കിങ്ങനെ വോയിസ് മെസ്സേജുകൾ അയച്ചു തരുന്നുണ്ട്, അവർക്ക് റിസൾട്ട് കിട്ടുന്നത്. വേറെ കുറച്ച് പേര് കമൻസിലൊക്കെ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലൊന്നും പറ്റുന്നില്ല, തുണിയിലൊന്നും പറ്റുന്നില്ല, പെട്ടെന്ന് നന്നായിട്ട് ഉണങ്ങിയിരിക്കും, ഇത്രയും നാൾ ഇത് അറിയാതെ പോയല്ലോ ഇങ്ങനൊരു ഡൈ ഉള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ്, അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ഡൈ ചെയ്തെടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഡൈ ഉണ്ടാക്കിയെടുക്കാം. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലവർക്ക് താടിയിൽ തേക്കാവോ, മീശയിൽ തേക്കാവുന്നൊക്കെ ചെയ്യും. ഇതൊക്കെ തേക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ചിലവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും തേച്ചുകൊണ്ടൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെ ഉണ്ടെന്നുള്ളവർ. കയ്യിൽ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ടൗലിൽ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളത് പറ്റിക്കൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ ഉപകാരമല്ലേ. കാരണം ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ഒരുപാട് പേർക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട്. അതുപോലെ തന്നെ ഈ താടിയിലൊക്കെ തേക്കുന്നവർക്ക് നിങ്ങൾ നേരത്തെ തന്നെ ഡൈ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷമേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ കേട്ടോ. അപ്പോൾ ഒരുപാട് ഈ കെമിക്കൽസൊക്കെ യൂസ് ചെയ്ത തലമുടിയിലും അതുപോലെ താടിയിലും മീശയിലും ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഡൈ പിടിക്കാനായിട്ട് താമസം വരും. 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അല്ലാതെ ഒന്നും ചെയ്യാത്തവർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് 100% കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാനേ കാണാം വീഡിയോ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തണ്ടേ. നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തുന്നതല്ലേ നല്ലത്. അപ്പോൾ നല്ല മനസ്സോടെ ഒരു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അതുപോലെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഭരണിയിലൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ ആവശ്യാനുസരണം നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാക്കി തേച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഒരു കാരണവശാലും ഇത് നമ്മുടെ കയ്യിൽ ആവത്തില്ല, ഡ്രസ്സിൽ ആവത്തില്ല, ഒന്നും ആവത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചതായിരുന്നു. അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് ഈ പായ്ക്ക് ഉണങ്ങി കിട്ടും, ഈ ഒരു ഡൈ ഉണങ്ങി കിട്ടും. അതിനുശേഷം ഒരു തുള്ളി പോലും നമ്മുടെ കയ്യിലാവത്തില്ല, ഡ്രസ്സിലാവത്തില്ല. അതിൻ്റെ തെളിവ് സഹിതം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചതായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതിൻ്റെ ലിങ്കൊക്കെ ഇത് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള അടിപൊളി ഒരു ഹെയർ ഡൈ ആണ്. കട്ടക്കറപ്പാകാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനൊരു ഓയിൽ
പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കുറേ കസ്റ്റമർ ഉണ്ട് നമുക്കിപ്പം. അപ്പം നല്ല രീതിയിൽ ഇതുപോലെ മുടി വളർച്ചയ്ക്കും നല്ല മുടി കട്ടക്കറുപ്പാകാനായിട്ടും അകാല നിറം മാറാനായിട്ടും താരൻ മാറാനായിട്ടും മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ടുമുള്ള നല്ലൊരു ഹെയർ ഓയിലാണ്. ഇത് എൻ്റെ ഹെയറാണ് കേട്ടോ. ഇത് 51 വയസ്സിൽ എനിക്ക് ഇത്രയും തിക്കായിട്ട് മുടി വളർന്നുവെങ്കിൽ എൻ്റെ ഈ ഒരു ഓയിൽ തന്നെയാണ് എനിക്ക് അതിന് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് തയ്യാറാക്കി എടുക്കേണ്ട ഒരു ഹെയർ ഡേക്ക് വേണ്ടി നമുക്ക് കട്ടിയുള്ളൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വെളുത്തുള്ളിയുടെ തൊലിയാണ്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചതിന് ശേഷം തൊലി നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്തത്. പക്ഷേ ഇങ്ങനൊരു ഉപകാരമുണ്ട് ഇതിന്. നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം ആവശ്യത്തിനുള്ള ഒരു ഉള്ളിത്തൊലി നമുക്കെടുക്കാം, വെളുത്തുള്ളിയുടെ തൊലി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറേ ഉണ്ടാക്കി ശേഖരിച്ച് പൊടിച്ച് വെക്കാൻ കേട്ടോ. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഒരു പ്രാവശ്യത്തിനുള്ളതാണ് ഇപ്പം എടുക്കുന്നത് കേട്ടോ. കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വരുമ്പോഴത്തേനും കുറഞ്ഞു വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് കട്ടിയുള്ള ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പം ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലി ഇട്ട് നന്നായിട്ടൊന്ന് കറപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കറുത്ത് വരുമ്പോഴത്തേനും നമ്മൾ അത്യാവശ്യം ഒരുപാട് തീ കൂട്ടിയിട്ട് ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. നല്ല രീതിയിൽ അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ നല്ലതായിട്ട് കറുത്ത് വരണം കേട്ടോ. അപ്പം നല്ല പോലെ കറക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നല്ല രീതിയിൽ മുടിയിൽ പിടിച്ചിരിക്കുന്ന നല്ലൊരു മുടി കട്ടക്കറുപ്പാകാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ കറപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് സാധനങ്ങളൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെളുത്തുള്ളി കറുത്ത് വന്നപ്പോൾ ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് പൊടിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ ഒരു തവണത്തേക്കുള്ളതാണ് എടുത്തത്. 1-2 തവണ നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. ഇനി അതിനകത്തേക്ക് ഞാനത് കറുത്ത് വന്നതിന് ശേഷം നമ്മുടെ കരിഞ്ജീരകം 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കരിഞ്ജീരകം ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടി കറക്കാനായിട്ട്. ഏതൊരു സാധനത്തിലൂടെയും കരിഞ്ജീരകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ കരിഞ്ജീരകം ഒരുപാട് നേരം തലയിലിട്ട് വെക്കുന്നവർക്ക് പ്രശ്നമാണ്. 10-15 മിനിറ്റൊക്കെ ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ ഇടയ്ക്കൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുടി തീർച്ചയായിട്ടും നല്ല രീതിയിൽ കറുത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെന്നാൽ നല്ല കറപ്പിച്ചെടുക്കുക, നല്ല കരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ആംല പൗഡറാണ്. അതായത് നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കാപ്പൊടി നമ്മുടെ തലമുടിക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഓരോ രീതിയിലാണ് നമ്മൾ ഓരോ ഡൈയും തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെല്ലിക്കാപ്പൊടിയും 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി നല്ലതായിട്ട് നെല്ലിക്കാപ്പൊടിയൊക്കെ നല്ല രീതിയിൽ കറുത്ത് വരണം. അപ്പോൾ ഭയങ്കരമായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് യാതൊരു റിസൾട്ടും ഉണ്ടാകത്തില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റേതായിട്ട് രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. കാരണം ഇത് കെമിക്കലൊന്നും അല്ലല്ലോ, നാച്ചുറൽ അല്ലേ. നമ്മുടെ മുടിയിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. നൈസ് പൊടിയായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. എന്നാലേ നമുക്ക് ആ മുടിയിൽ നല്ല കുഴമ്പ് ഒരുക്കി തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി ഞാൻ പറയുന്നത് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല കട്ട കറുപ്പായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ഈ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരോടാണ് പറയുന്നത് കേട്ടോ, വിചാരിക്കും കാരണം ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കുകയല്ലേ, തലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനത്തെ യാതൊരു പ്രശ്നമൊന്നുമില്ല. തേക്കുമ്പോൾ ഒരു ചെറിയൊരു കുഴച്ചിൽ പോലെ ഉണ്ടാവും. പക്ഷേ ഉണങ്ങിക്കഴിയുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് മാത്രം വേണ്ടി എടുത്ത് കുഴയ്ക്കുക. ഒരുപാട് എണ്ണ കൂടി പോകരുത്, വെള്ളം പോലെ ആയിപ്പോരുത്. ഒരു കുഴമ്പ് രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. കാരണം വെളിച്ചെണ്ണയ്ക്കകത്തെല്ലാം നന്നായിട്ട് അടിഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ 1-2 ദിവസം ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞ് എടുത്താലും അതിന് നല്ല റിസൾട്ട് കിട്ടും. പെട്ടെന്ന് വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും ഇടാം. നിങ്ങൾക്ക് ഉണ്ടാക്കി വരപ്പിച്ചിട്ട് ഇതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ കൈ തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു കറുപ്പാണ് നമ്മുടെ കൈക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മുടിയിലോട്ട് നന്നായിട്ട് പിടിച്ചിരിക്കും എന്നുള്ള ആ കാര്യമാണ്. നല്ല രീതിയിൽ പിടിച്ചിരിക്കുക. വെള്ളം തൊട്ടിട്ട് പോലും അത് പോകുന്നില്ല. നിങ്ങൾ നോക്കി, വെള്ളം തൊട്ടിട്ടും പോകുന്നില്ല. അപ്പോൾ എനിക്ക് മുടിയിൽ നിങ്ങൾക്കറിയാമല്ലോ, നരയുള്ള മുടിയൊന്നുമില്ല. എവിടെയോ തപ്പി നോക്കി 1-2 ഒക്കെ കിട്ടും. പക്ഷേ ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നാളെങ്ങാണ്ട് എൻ്റെ മോളെൻ്റെ തലേന്ന് എവിടെന്നോ ഉള്ളിൽ നിന്നങ്ങാണ്ട് ഒരു നരച്ച മുടി പറിച്ചെടുത്തു. പിന്നെ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കാനും ശ്രദ്ധിക്കാനൊന്നും പോയിട്ടില്ല. എന്നാലും എൻ്റെ മുടി നരച്ച മുടി ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ കാരണം ഞാൻ അതിനുള്ള ഓയിലും കാര്യങ്ങളും ഒക്കെയാണ് തലയിൽ തേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്ക് തേച്ചും പോകും. അപ്പോൾ ഞാൻ തലയിൽ വെറുതെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ നമ്മുടെ ഹെയറിൽ ഉണ്ടാകത്തില്ല.
അപ്പോൾ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറോ 3/4 മണിക്കൂറോ അങ്ങനെ തലയിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കോമ്പ് ചെയ്തുകൊണ്ട് പുറത്ത് പോകാം. ഒട്ടും പറ്റത്തില്ല, തുണിയിലൊന്നും പറ്റത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. പ്ലെയിൻ വാഷേ ചെയ്യാവുള്ളൂ. പ്ലെയിൻ വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുടി ഉണക്കിക്കൊണ്ട് പോയാൽ നമ്മുടെ മുടി കറുത്ത് തന്നെ ഇരിക്കും, നമ്മുടെ മുടി വെളുക്കത്തില്ല. ഇതൊരു 3-4 ദിവസം നമ്മുടെ മുടിയിൽ തന്നെ ഇരിക്കും. നല്ല രീതിയിൽ ഷാമ്പൂ വാഷ് ചെയ്താൽ മാത്രമേ ഇത് നമ്മുടെ മുടിയിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പോൾ ഇതുപോലൊരു സിമ്പിളായിട്ടുള്ള ഡൈ ഉണ്ടാക്കി തേക്കുന്നത് തന്നെയല്ലേ നമുക്ക് നമ്മുടെ മുടിക്കൊക്കെ നല്ലതല്ലേ. ഒരുപാട് പേര് ഡൈ അലർജി മൂലം പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അവർക്കെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ഡൈ ആണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഹെയർ ഡൈ തയ്യാറാക്കി എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഓരോന്ന് ചെയ്ത് നമ്മുടെ തലയിൽ തേക്കും നമുക്ക് വേറെ യാതൊരു പ്രശ്നവുമില്ല. അലർജി ഇല്ല, അതുപോലെ തന്നെ ചൊറിച്ചിലില്ല, നീരിറക്കമില്ല, ഒന്നുമില്ല. ഒരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകത്തില്ല. ചിലർക്ക് കരിഞ്ജീരകം അലർജി ഉള്ളവരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെന്താ പറയുക, സാധാരണ മറ്റേത് മാത്രം ഇട്ട് പൊടിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ കരിഞ്ജീരകം ഇട്ടാൽ നമുക്ക് കുറച്ച് കൂടുതൽ നമുക്ക് നമ്മുടെ കറുപ്പ് കളർ മുടിക്ക് കിട്ടുന്നത്, അത് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചേർക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെതായിട്ട് ചേർത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരുപാട് അലർജി ഉള്ളവർക്കൊന്നും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് അലർജിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവർക്കൊക്കെ നമുക്കിത് കരിഞ്ജീരകം അലർജി ഒന്നും ഇല്ലാത്തവരൊക്കെ ചെയ്തു. പിന്നെ എന്താ നമ്മുടെ ആ ഒരു പിന്നെ വെളുത്തുള്ളിയുടെ തൊലിയൊന്നും ആർക്കൊന്നും അലർജി കാണത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ആംല പൗഡർ, അതായത് നമ്മുടെ നെല്ലിക്ക പൊടിക്കും അലർജി ഒന്നും കാണത്തില്ല. മിക്കവാറും ആൾക്കാർക്ക് അലർജി ഉള്ളതെന്ന് പറഞ്ഞാൽ കരിഞ്ജീരകം. പക്ഷേ കരിഞ്ജീരകം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. കാരണം കരിഞ്ജീരകം വേണം, എന്നാലേ നമുക്ക് ആ ഒരു ശരിക്കും ഉള്ളൊരു കറുപ്പ് നമ്മുടെ മുടിക്ക് കിട്ടത്തുള്ളൂ. കരിഞ്ജീരകം മുടി കറക്കാനായിട്ടും നെല്ലിക്കാപ്പൊടിയൊക്കെ മുടി കറക്കാനായിട്ടും ഒക്കെ നല്ലതാണ്. ഒരുപാട് ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ടാകുന്ന തടയാനായിട്ടും ഒക്കെ കരിഞ്ജീരകം ഒത്തിരി സഹായിക്കുന്നു. അപ്പോൾ അകാലം വരെ തടഞ്ഞു നിർത്താനായിട്ടൊക്കെ നമ്മുടെ കരിഞ്ജീരകം ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇതുണ്ടാക്കി നമുക്കൊരു കുപ്പിയിലൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേച്ചുകൊണ്ടൊക്കെ പുറത്തോട്ടൊക്കെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം പോകാവുന്നതാണ്. ആരും അറിയത്തൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് തുടച്ചാലൊന്നും പോകത്തൊന്നുമില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പലവട്ടവും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ മുടിയിൽ തേച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഓയിൽ തേച്ചിട്ട് നല്ല രീതിയിൽ മുടി വളർച്ചയും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഓയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതായത് പിന്നെ എന്താ പറയുക, താരം മാറാനായിട്ട്, ഹെയർ ഫോൾസ് മാറാനായിട്ട്, മകാലം തന്നെ തടയാനായിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ നമ്മൾ ഓയിൽ വേണ്ടവരുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. നല്ല റിസൾട്ടാണ് നമ്മുടെ ഓയിലിന്. അപ്പോൾ ഒരുപാട് പേരുണ്ട് അകാലം നിര കൊണ്ടും അതുപോലെ തന്നെ ഹെയർ ഫോൾസ് കൊണ്ടും ഡാൻഡ്രഫ് കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു പരിഹാരമായിട്ട് പല രീതിയിലും ചെയ്ത് നോക്കിയിട്ട് ഒരു പരിഹാരം കാണുന്നില്ല, മുടി കൊഴിച്ചിൽ മാറുന്നില്ല, താരം മാറുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ഹെയർ ഓയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബോട്ടിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഓയിൽ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വന്ന് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇടാം. അപ്പോൾ ഞാനതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.